റെസിഡൻറ്റ് എഡിറ്റർ. നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാഠപുസ്തകത്തിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള 2 വരികളുടെ ആശയം ആദ്യം നോക്കാം. അടക്കം ചെയ്യപ്പെട്ട നിശബ്ദത പുറത്തു ചാടി കാഴ്ചകളുടെ ഘോഷയാത്ര നടത്തുന്നു. ഈ വരികളിൽ നിശബ്ദത, ഘോഷയാത്ര എന്ന് പറയുന്ന ഈ 2 വാക്കുകൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. നമ്മൾ പഠിക്കുന്ന ഈ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചുള്ളതാണ്? മാധ്യമങ്ങളെക്കുറിച്ചുള്ളതാണ് അല്ലേ? അപ്പോൾ ഈ മാധ്യമങ്ങളുടെ ജോലി എന്താണ്? നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നിശബ്ദരാക്കപ്പെട്ടവരുടെ ശബ്ദമായിട്ട് മാറുക എന്നത്. മാധ്യമങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത് അത്തരത്തിലായിരിക്കണം. ഈ മാധ്യമങ്ങളിലൂടെ കാണുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ വലുതാണല്ലേ? ആ വലിപ്പത്തെയാണ് ഘോഷയാത്ര എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മാധ്യമങ്ങൾ എങ്ങനെയാണ് സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത് എന്നൊരാശയമാണ് ഈ 2 വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റെസിഡൻറ്റ് എഡിറ്റർ എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ മലയാള സാഹിത്യത്തിലെ അല്ലെങ്കിൽ ഹാസ്യ പാരമ്പര്യത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ സാഹിത്യത്തിലെ ആദ്യത്തെ ഹാസ്യ സാഹിത്യകാരൻ എന്ന് പറയുന്നത് തോലകവിയാണ്. തോലകവി മുതൽ കുഞ്ചൻ നമ്പ്യാരിലൂടെ, അതുപോലെ തന്നെ EV കൃഷ്ണപിള്ളയിലൂടെ, സഞ്ജയനിലൂടെ, വൈക്കം മുഹമ്മദ് ബഷീറിലൂടെയൊക്കെ അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ആരിലാണ്? VKN എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വടക്കേ കൂട്ടാല നാരായണൻ നായരിലാണ്. അപ്പോൾ മലയാളത്തിൻ്റെ ഹാസ്യ പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ സമ്പന്നമാണ്. സാമൂഹ്യ വിമർശനം നടത്താൻ വേണ്ടിയിട്ട് ആക്ഷേപഹാസ്യം ചാട്ടവാറാക്കി മാറ്റുന്നതിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പാത സ്വീകരിച്ച വ്യക്തിയാണ് ആര്? VKN എന്നറിയപ്പെടുന്ന അദ്ദേഹം. സമൂഹത്തിലെ തെറ്റായ പ്രവണതകളെ ആക്ഷേപഹാസ്യ രൂപേണ അവതരിപ്പിക്കുന്ന എഴുത്തുകാരനാണ് VKN. അദ്ദേഹത്തിൻ്റെ രചനകൾ നമ്മെ ചിരിപ്പിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. മനുഷ്യജീവിതത്തെ ദുഷ്കരമാക്കുന്ന മത്സരം, അഹന്ത, ലോഭചിന്ത, വഞ്ചന തുടങ്ങിയ പ്രവണതകളെ ഹാസ്യത്തിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. മതം, ജാതി, രാഷ്ട്രീയം, ആചാരം എന്നിവയെല്ലാം വിമർശനങ്ങൾക്ക് അദ്ദേഹം വിധേയമാക്കി. ജനറൽ ചാത്തൻസ്, പിതാമഹൻ, അധികാരം തുടങ്ങിയ 10ഓളം നോവലുകളും, അതികായൻ, ചാത്തൻസ്, പയ്യൻ കഥകൾ തുടങ്ങിയ 20ഓളം കഥാസമാഹാരങ്ങളും, അപ്പുണ്ണി എന്ന തിരക്കഥയും, അമ്മൂമ്മ കഥ എന്ന് പറയുന്ന നോവലറ്റും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മാധ്യമമാണല്ലേ? ഇപ്പോൾ മാധ്യമം എന്ന് പറയുന്ന പ്രമേയത്തെ ആസ്പദമാക്കിയിട്ട് അനവധി കൃതികൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പത്രമാധ്യമ ലോകത്തിലുള്ള ചുരുക്കം ചില പ്രശ്നങ്ങൾ വളരെ നർമ്മമധുരമായിട്ട് അവതരിപ്പിക്കുന്ന കഥയാണ് റെസിഡൻറ്റ് എഡിറ്റർ എന്ന് പറയുന്നത്. ആക്ഷേപഹാസ്യത്തിൻ്റെ മികച്ച മാതൃകയാണ് ഈ കഥ. VKNൻ്റെ ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും നിരവധി സവിശേഷതകൾ ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലെ കഥാപാത്ര ചിത്രീകരണവും VKNൻ്റെ സ്റ്റൈലിൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളും അവരുടെ പേരും തന്നെ വ്യത്യസ്തമാണ്. നമുക്ക് ആദ്യം കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. പുണ്യതീർത്ഥ സ്വാമികൾ ഒന്നാമത്തെ കഥാപാത്രമാണ്. വെങ്കടേശ അയ്യങ്കാർ, അതുപോലെ തന്നെ കയ്യങ്കാളി ശാസ്ത്രികൾ, പത്രസ്വാമി, വാൾദൊരെ സ്വാമി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമുണ്ടല്ലേ? ഇതിലെ കഥ ഇങ്ങനെയാണ്. പുണ്യതീർത്ഥ സ്വാമികളുടെ പത്രത്തിലെ ഒരു ഇടത്തരം റിപ്പോർട്ടറാണ് വെങ്കടേശ അയ്യങ്കാർ. അദ്ദേഹത്തിൻ്റെ പ്രധാന പണി എന്ന് പറയുന്നത് നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികൾ ചുറ്റി കുറ്റവും ശിക്ഷയും കണ്ടെത്തുക. സന്ധ്യയ്ക്ക് മാമ്പലത്ത് കയ്യങ്കാളി ശാസ്ത്രികൾ നടത്തുന്ന രാമരാവണ യുദ്ധം എന്ന പ്രഭാഷണ പരമ്പര കേട്ടിട്ട് അതിനെക്കുറിച്ച് ദിവസവും പത്രത്തിൽ ഒരു അരക്കോളത്തിൽ എഴുതുക. അത്തരത്തിൽ വലിയ ശരീരമൊന്നും അനങ്ങാത്തുള്ള ചെറിയ ചെറിയ പണികളാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹത്തിനൊരു ദുഃഖമുണ്ട്. എന്താണത്? എത്രയോ വർഷം, അതായത് വ്യാഴവട്ട സ്മരണകൾ എന്ന് വെച്ചാൽ എന്താണ്? വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ 12 വർഷമാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് താൻ ഇങ്ങനെ പണിയെടുത്തിട്ടും താൻ ചീഫ് റിപ്പോർട്ടർ ആവുന്നില്ല, അദ്ദേഹത്തിനൊരു പ്രൊമോഷൻ കിട്ടുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖം. മാത്രമല്ല തനിക്ക് പിറകെ വന്ന ആൾക്കാർ പോലും എന്താണ് പ്രൊമോഷൻ നേടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ദുഃഖമായി. അങ്ങനെ മനസ്സ് നൊന്തിരിക്കുന്ന സമയത്താണ് ലാൽ ബഹദൂർ ശാസ്ത്രി എന്താവുന്നത്? പ്രധാനമന്ത്രിയാവുന്നത്. അങ്ങനെ പ്രധാനമന്ത്രി ഒരിക്കൽ നഗരത്തിലേക്ക് വരികയാണ്. വെങ്കടേശ അയ്യങ്കാർക്ക് അതൊരു അവസരമായിരുന്നു. എ ഗ്രേറ്റ് ഒക്കേഷൻ. പ്രധാനമന്ത്രിയുടെ പരിപാടിയൊക്കെ അദ്ദേഹം നന്നായിട്ട് കവർ ചെയ്തു. ഇത് കണ്ടപ്പോൾ പത്രത്തിൻ്റെ ഉടമയായിട്ടുള്ള പത്രസ്വാമിക്ക് വളരെയധികം സന്തോഷമായി. അദ്ദേഹം എന്ത് ചെയ്തു? അയ്യങ്കാർക്ക് മുൻകൂറായിട്ട് ഒരു ഇൻക്രിമെൻ്റ് കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു. എന്ന് വെച്ചാൽ ശമ്പളം കുറച്ച് വർദ്ധിപ്പിച്ചു കൊടുത്തു. അങ്ങനെ 6 മാസത്തേക്ക് അദ്ദേഹം വളരെ സന്തോഷത്തോടെ ജീവിച്ചു. പക്ഷെ വീണ്ടും ദുഃഖം. എന്തിനാണ് ദുഃഖം? അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്ന ദുഃഖം തന്നെയാണ്. അവസാനം അദ്ദേഹം വിചാരിച്ചു പത്രസ്വാമിയുടെ വീട്ടിൽ ചെന്നിട്ട് തൻ്റെ ദുഃഖ കാരണം പറയുക. എന്താണ് പറയാൻ പോകുന്നത്? അടിയന്തരമാ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചീഫ് റിപ്പോർട്ടറായിട്ട് പ്രൊമോഷൻ വേണം, ഇല്ലെങ്കിൽ ഞാൻ രാജിവെക്കും, മന്ദിക്കണം എന്ന് വെച്ചാൽ എന്നോട് ക്ഷമിക്കണം.
അങ്ങനെ പിറ്റേ ദിവസം തന്നെ തിരുപ്പതി തമ്പുരാനെയൊക്കെ പൂജിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? പത്രസ്വാമിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. സ്വാമി മുകളിലാണെന്ന വേലക്കാരൻ ബാൽധരയുടെ വാക്കുകൾ കേട്ട് മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഒരു അൾസേഷ്യൻ പട്ടി അദ്ദേഹത്തിന് മുന്നിലേക്ക് ചാടി വീണത്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണെങ്കിൽ വല്ല ആയുധമുണ്ടോ? ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എന്തു ചെയ്തു? ഒട്ടും ആലോചിക്കാതെ അദ്ദേഹത്തിൻ്റെ മുണ്ടൂരി സിംഹത്തിൻ്റെ മുഖത്തെറിഞ്ഞ് കോണി കയറി. സിംഹം ആരാണ്? ഇവിടുത്തെ അൽസേഷ്യൻ പട്ടിയാണല്ലേ. ഇവിടെ വീക്കേൻ്റെ ഭാഷയാണ് കേട്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മുണ്ടൂരി വലിച്ചെറിഞ്ഞപ്പോൾ അടിയിൽ എന്തു മാത്രമേ ഉള്ളൂ? കൗബീനം മാത്രമേ ഉള്ളൂ അല്ലേ. അങ്ങനെ കൗബീനവും ഷർട്ടും കോട്ടും തലപ്പാവും ധരിച്ച് മുന്നിൽ നിൽക്കുന്ന വെങ്കടേശനെ കണ്ട് പത്രസ്വാമി ഒരു നിമിഷം അന്താളിച്ചു നിന്നു. അങ്ങനെ രണ്ടാളും കൂടി താഴെ ഇറങ്ങി വരുമ്പോഴാണ് ആ മുണ്ട് പട്ടി കടിച്ചു കീറി മുറുക്കിയിട്ടിട്ടുണ്ട്. പട്ടിയെയും വെങ്കടേശനെയും മാറി മാറി നോക്കിക്കൊണ്ട് പത്രസ്വാമി ചോദിച്ചു, ഉനക്ക് എന്നെ വേണം? നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? ചീഫ് റിപ്പോർട്ടർ ആകണം. അതിന് മറുപടിയായിട്ട് പത്രസ്വാമി ഇങ്ങനെയാണ് പറയുന്നത്, പ്രത്യുൽപ്പന്നമതിയും കൊതിയനുമായ ഉനക്ക് അത് ரொம்ப ചിന്ന പോസ്റ്റ്. വേറെ എന്നെ വേണം? നിങ്ങൾ കൽപ്പിച്ചാൽ മതി, നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് വെങ്കടേശ സ്വാമി മറുപടി പറയുന്നു. അപ്പോൾ പത്രസ്വാമി പറഞ്ഞു, ഇന്ത നിമിഷം മുതൽ സെത്ത് പോകും വരയ്ക്കും നീ നമ്മ പത്രത്തോട് റെസിഡൻറ്റ് എഡിറ്റർ. ഈ നിമിഷം മുതൽ മരിച്ചു പോകുന്നത് വരെ നീ നമ്മുടെ പത്രത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്ററാണ്. അതായത് റെസിഡൻറ്റ് എഡിറ്റർ എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന പദവിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാലം കിട്ടാത്തൊരു പ്രൊമോഷനാണ് വെങ്കടേശ സ്വാമിക്ക് ആ നിമിഷം കിട്ടിയത്. പട്ടി കടിക്കാൻ വന്ന സന്ദർഭത്തിൽ ഒരു നിമിഷം പോലും ആലോചിക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു? നാണോ മാനോ ഒന്നും നോക്കാതെ തൻ്റെ മുണ്ട് എന്ത് ചെയ്തു? വലിച്ചെടുത്ത് പട്ടിയുടെ മുഖത്തേക്ക് എറിയുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം ഓർത്തപ്പോഴാണ് അതിനൊരു ഉപഹാരമായിട്ട് ഈ പ്രൊമോഷൻ പത്രസ്വാമി വെങ്കടേശന് നൽകിയത്. അപ്പോൾ കഥ ഇത്രയേ ഉള്ളൂ. വളരെ രസകരമായിട്ടുള്ള ഒരു തമാശ നിറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തമിഴും മലയാളവും ഇംഗ്ലീഷും ഒക്കെ കലർന്നിട്ടുള്ള പദങ്ങളും ഭാഷയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സാമൂഹിക വിമർശനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വീക്കേൻ ഭാഷയുടെ ഭംഗി ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മെയ്യനങ്ങാത്ത വേലകൾ ചെയ്യുന്ന എന്നാൽ പ്രസിദ്ധിയും പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്ന മാധ്യമപ്രവർത്തകരെ സ്വതസിദ്ധമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം വിമർശിക്കുകയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയെ ശാസ്ത്രികൾ എന്ന് വിളിച്ച് നിർവൃതി അടയുന്ന വെങ്കടേശ അയ്യങ്കാരെ പോലുള്ള റിപ്പോർട്ടർമാർ ധാരാളം നമുക്ക് ചുറ്റുമുണ്ട്. ഈ കഥയിലെ ഓരോ കഥാപാത്രങ്ങളും സമൂഹത്തിലെയും മാധ്യമരംഗത്തിലെയും പലതരം പ്രതിനിധാനങ്ങളാണ്. സമകാല മാധ്യമ ലോകം എന്താണ്, അതിലെ നന്മതിന്മകൾ എന്താണ് എന്നൊക്കെയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു തരത്തിലും മനുഷ്യരുടെ സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി തന്നെയാണ് ഇതിലെ വിഷയം. സമൂഹത്തെ നിശിതമായിട്ട് വിമർശിക്കുന്ന പത്രപ്രവർത്തകർ പോലും ഇതിന് വിധേയരായി മാറുന്നു എന്നത് ഇവിടെ സൂചിപ്പിക്കുന്നു. റിപ്പോർട്ടറായിട്ടുള്ള വെങ്കടേശ്വര അയ്യങ്കാർ എന്ന കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നതിൽ, അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ പ്രകടമാക്കുന്നതിൽ, ചീഫ് എഡിറ്ററായിട്ട് മാറാനുള്ള ശ്രമത്തിൽ, തൻ്റെ ആവശ്യം ഉന്നയിക്കുവാൻ പത്രസ്വാമിയെ കാണാനുള്ള പോക്കിൽ, റെസിഡൻറ്റ് എഡിറ്ററായി നിയമിച്ച പ്രഖ്യാപനത്തിൽ എല്ലാം ആക്ഷേപഹാസ്യത്തിൻ്റെ തീവ്രത നമുക്ക് കാണാൻ സാധിക്കും.